പടം റിലീസായതിനു ശേഷം ശരിക്കും ഒരു പുലിയൊക്കെ നാട്ടിൽ വന്ന ഒരുപാട് പേര് നമ്മൾ ആ പുലിയെ എന്തോന്നൊക്കെ ഭയങ്കര ആകാംക്ഷയോടുകൂടിയൊക്കെ കാണാൻ പോവുകയല്ലേ. പക്ഷെ തൻ്റെ ഫിലിം ഇറങ്ങിയതിന് ശേഷം തൻ്റെ നാട്ടിൽ താൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹം കൊണ്ട് കുറേ ഫാൻസ്, അമ്മമാര്, അങ്കിള് എല്ലാവരും വന്നിട്ട് തന്നെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് നോക്കിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ തനിക്ക് വന്നിട്ടുണ്ടോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്? വന്ന് തൊട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ വന്ന് തൊട്ട് നോക്കും, മുടിയിലൊക്കെ പിടിച്ച് വലിക്കും. അതുകൊണ്ടാണ് മുടി വെട്ടിയത്? അതുകൊണ്ടല്ല, പുതിയ മൂവീസ് ഒക്കെ. അവർ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് തന്നോട് വിശേഷം? ആദ്യം ചോദിക്കുന്ന പുലി ഒറിജിനലാണോ, പിന്നെ ലാലേട്ടൻ എങ്ങനെയുണ്ട്, അതൊക്കെ കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. പുലി എങ്ങനെയുണ്ടായിരുന്നു? ഇതൊക്കെ ഞാനും ചോദിക്കട്ടെ, ഇതൊക്കെ എന്നോടും പറഞ്ഞേ. നമ്മൾ പറയണോ? എന്നാ ഏർപ്പാട് അത് പറയാനല്ലോ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. പുലിയുടെ ദേഹത്ത് വഴയുണ്ട്, കറുത്ത വഴയുണ്ട്. തമാശ. നല്ല സൈസാണ്. വലിയ പുലിയായിരുന്ന? പുള്ളിക്കാരന് ഇഷ്ടമല്ലായിരുന്നു. പുള്ളിക്കാരൻ നോക്കുന്നത് ഇഷ്ടമല്ലേ? ഓട്ടോഗ്രാഫ് ഒന്നും കൊടുത്തില്ല പുള്ളി? വേണ്ട. അതിനേക്കാളും വലിയൊരു പുലി അവിടെ ഉണ്ടായിരുന്നു, അതാരാന്നറിയാവോ? ലാലേട്ടൻ. അദ്ദേഹം എങ്ങനെയായിരുന്നു? ലാലേട്ടനെ ഹോട്ടലിൽ വെച്ച് കണ്ടു. അപ്പം ലാലേട്ടൻ ഓടി വന്നു, ഹലോ പറഞ്ഞു, ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. പിന്നെ ലാലേട്ടൻ്റെ എൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഷൂട്ടിന് ടൈം ആയപ്പോൾ ലാലേട്ടൻ വന്നു. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു. ലാൽ സാറിനെ ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്ക് മോൻ എന്നാ ചോദിച്ചു? ഇങ്ങനെ ചുമ്മാ നിന്നോ? അത് ഭയങ്കര ആങ്സൈറ്റിയോ ഒന്നും തോന്നിയില്ല? ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു, ഒന്നും പറയാൻ പറ്റില്ല. എന്താടോ? ഷോക്കായി പോയോ? അതെന്ത് ഷോക്കാ? എന്നിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നല്ലേ? അതാണ് ഇദ്ദേഹത്തിന് ഷോക്കായി. ഇനിയിപ്പോ മോളോട് ചോദിക്കാലോ, ഇദ്ദേഹത്തിന് സൂപ്പർ സ്റ്റാറിന് കണ്ടപ്പോ ഇപ്പൊ ലാൽ സാറിന്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ 1.5 വയസ്സ് ഷോക്കായിരുന്നു, എന്തായിരുന്നു ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ മമ്മൂക്കായെ കണ്ടപ്പോ എന്നാ തോന്നി? നമുക്കിവിടെ 3ാമത്തെ സിനിമയാണ്. സാധാരണ പോലെ. ഫസ്റ്റ് ഫിലിം ഏതായിരുന്നു? ബാവുട്ടിയുടെ നാമത്തിലായിരുന്നു. അപ്പൊ എത്ര വയസ്സുണ്ട്? അപ്പൊ ഞാൻ 3ാം ക്ലാസ്സില്. കുഴപ്പമില്ല, അറിയില്ലായിരുന്നു. ഭാസ്കർ റാസ്കളായപ്പോ പിന്നെ കണ്ടു. അപ്പൊ അതുകൊണ്ട് വലിയ ഷോക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഗ്രേറ്റ് ഫാദറിൽ താടിയൊക്കെ വെച്ചപ്പോ ഒന്ന് പേടിച്ചു പോയിന്നല്ല, ലുക്കാകെ മാറിയപ്പോഴേ. അപ്പൊ ഈ 3 ഫിലിമില് 3ആയിട്ടാ മമ്മൂക്കായെ കണ്ടേക്കുന്നത് അല്ലേ? 3 ക്യാരക്ടേഴ്സാണ്. അപ്പം ഇതിനകത്ത് ശരിക്കും മമ്മൂക്ക ശരിക്കും ഭയങ്കര ഫ്രണ്ട്ലി അല്ലേ? നമുക്ക് ഫ്രണ്ട്ലിയാണ്. അതോ ഗ്രേറ്റ് ഫാദറിനെ പോലെ ഭയങ്കര റിസർവ്ഡ് ഒക്കെ ആയിട്ട്? റിസർവ്ഡ് ചില സമയത്ത് റിസർവ്ഡ് ആണ്, മൂഡ് അനുസരിച്ചിരിക്കും. മമ്മൂക്കേന്റെ എനിക്ക് നല്ല തമാശയൊക്കെ പറഞ്ഞ് ഇരിക്കും. മോളെ ഒത്തിരി കൺസേണും പാമ്പറിംഗ് ഒക്കെ ആയിരുന്നു? പാമ്പറിംഗ് അല്ല, ഭയങ്കര കൺസേൺ ആയിരുന്നു. ലൈക്ക് അഭിനയിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ലൈക്ക് എല്ലാ കാര്യവും ഒബ്സർവ് ചെയ്യും നമുക്ക്. മേക്കപ്പിന്റെ കാര്യമായാലും ഒക്കെ കാണും നമുക്ക്. സജഷൻസ് ഒക്കെ പറയും. ഓക്കെ. അപ്പൊ മോൾ അതിനകത്ത് ചെയ്ത ക്യാരക്ടറിന്റെ പേര് സാറ അല്ലേ? ഓക്കെ. ആ സാറയിലേക്ക് മോള് ഇൻവോൾവ് ആയത് എങ്ങനെയാ? അതെല്ലാം പറഞ്ഞാണോ? ഹനീഫങ്ങളുടെ കയ്യിലാണ്. ഞാനും സാറും ടോട്ടലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എല്ലാ ഹനീഫങ്ങളെ പറഞ്ഞാണ്. വേറെ സിനിമയത്തെ റോൾസ് ഒക്കെ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് തരും, അത് കണ്ടുവെക്കുക, അങ്ങനത്തെ റോളിലൊക്കെ സജസ്റ്റ് ചെയ്ത് തരും. അപ്പം എല്ലാം ഹനീഫങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ മോളെ ഇപ്പൊ ശരിക്കും വലിയൊരു ആക്ട്രസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ക്യാരക്ടർ പറഞ്ഞു തന്നാൽ നമ്മൾ അതിനകത്തോട്ട് വർക്ക്ഔട്ട് ചെയ്യുമെന്ന് പറയും. പക്ഷെ ഒരു കുഞ്ഞു മനസ്സാകുമ്പോഴത്തേക്ക് നമുക്കിപ്പം എങ്ങനെയാ മോൾ ആ ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആവുന്നത്? അത് ശരിക്കും നമ്മളൊരു കഥ കേൾക്കുന്ന പോലെയാണോ, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നോ, അതോ ഓൺ ദ സ്പോട്ട് ഒരു ഡയലോഗ് കേൾക്കുമ്പോഴാണോ മോക്ക് ആ എക്സ്പ്രഷൻസ് ഫീൽ ചെയ്യുന്നത്? ഡയലോഗ് കേൾക്കുമ്പോഴാണ് തോന്നുന്നു. ആണോ? ദേഷ്യപ്പെടാൻ എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മോക്ക് ആ ഡയലോഗ് കേൾക്കുമ്പോഴാണോ ആ ഫേസിൽ എക്സ്പ്രഷൻ വരുന്നത്? ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെയാണ്. ആണല്ലേ? പിന്നെ ഡയറക്ടറൊക്കെ പറഞ്ഞുതരും, അതിന്റെ സിറ്റുവേഷൻ പറഞ്ഞുതരും. അപ്പോൾ അതിനനുസരിച്ച് നാച്ചുറലായിട്ട് വരും. അപ്പം ബോൺ ആർട്ടിസ്റ്റ് ആണോ ഇയാളോ? അതെ, സെയിം. ആണോ? ആ ഫസ്റ്റ് ആ കുഞ്ഞുനാളിലുള്ള മറ്റേ പുലിയെ കൊല്ലാൻ ഇറങ്ങുന്നില്ലേ, അതൊക്കെ ഒത്തിരി പ്രയാസപ്പെട്ടാന്നോ ആ സീൻ എടുത്തേ? അല്ല, പക്ഷെ എൻ്റെ കണ്ണ് ചുമക്കുന്നില്ലായിരുന്നു. അങ്ങനെ അത് മാറ്റി വെച്ചു. കണ്ണ് മാറ്റി വെച്ചോ? അല്ല, പിന്നെ ടേക്ക് മാറ്റി വെച്ചു, ആ സീൻ മാറ്റി വെച്ചു. പിന്നെ വേറെ കുറേ സോങ്ങിൻ്റെ സീൻസ് ഒക്കെ എടുത്തിട്ടാണ് ഇതിൽ വന്നത്. അപ്പോൾ മേക്കപ്പ് ചേട്ടനുണ്ടല്ലോ, മേക്കപ്പിൻ്റെ ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കിടന്ന് ഓടിയിട്ടാണ് അവസാനം ഈ കഥകളിക്കാരിടുന്ന അതൊക്കെ കൊണ്ടുവന്നു. എന്നിട്ടാണ് ചുവന്നത്. അപ്പൊ കണ്ണ് വേണിച്ചോ? നീറിയോ കണ്ണ്? അല്ല, അപ്പൊ നമുക്കൊന്നും തോന്നില്ല. പിന്നെ എടുത്ത് റൂമിൽ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കണ്ണ് നീറും. പിന്നെ ആ കുഞ്ഞിനെ കൊണ്ട് ഓടിയില്ലേ? അതൊക്കെ ശരിക്കും എങ്ങനെയാണോ ചെയ്തേ? ഫസ്റ്റ് എൻ്റെ കയ്യിലൊന്നും വരില്ലായിരുന്നു കുഞ്ഞ്. പിന്നെ ഓടിയപ്പോ പേടി തോന്നിയില്ലേ മോന്? കുഞ്ഞ് വീഴുവോ? പേടി തോന്നുമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഓടിയല്ലേ?
മുറുക്ക് പിടിച്ചോ കുഞ്ഞാവനെ? ഇല്ല, എന്നെ മുറുക്കെ പിടിച്ചായിരുന്നു. അല്ല, ഒരുപാട് നുള്ളും കടിയൊക്കെ തരുമായിരുന്നു. കുഞ്ഞാവയോ? ഇഷ്ടം പോലെ എന്നിട്ട് ആക്ഷൻ പറയുമ്പോഴത്തേക്ക് കരയാൻ തുടങ്ങും. അതിനുശേഷമാണ് എൻ്റെ കയ്യിലൊക്കെ വരും. അല്ല, റെഡി ടേക്ക് പിന്നെ കരഞ്ഞു തുടങ്ങും. കരയേണ്ട സമയം ആകുമ്പോൾ കരച്ചിൽ നിർത്തും. അപ്പൊ അനുസരണല്ലാത്ത കുഞ്ഞായിരുന്നു അല്ലേ?